വർക്ക് പ്ലേസ് സേഫ്റ്റി. വർക്ക് പ്ലേസ് സേഫ്റ്റിയിൽ എത്ര ഞാൻ പറഞ്ഞു, അതിനകത്ത് ഏറ്റവും വലിയ കോഡാണ് ദ കോഡ് ഓൺ ഒക്യുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ. ഈ വർക്കിംഗ് കണ്ടീഷനിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. മേജർ ചേഞ്ചസ് ഒന്നുമില്ല. നിങ്ങളുടെ ഓർഗനൈസേഷനിൽ എന്ത് വേണം? ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യണം, വാഷ്റൂംസ് വേണം, ഇത്ര എംപ്ലോയീസ് ഉണ്ടെങ്കിൽ ഇത്രയും നമ്പർ ഓഫ് വാഷ്റൂം, ഇത്ര ഫീമെയിൽ എംപ്ലോയി ഉണ്ടെങ്കിൽ ഇത്രയും റെസ്റ്റ് റൂംസ്, ഫസ്റ്റ് എയ്ഡ് വേണം, ക്യാൻറ്റീൻ ഫെസിലിറ്റി വേണം, ക്രഷ് ഫെസിലിറ്റി വേണം. എന്താ ക്രഷ്? യെസ്. എത്ര വയസ്സുള്ളവരെ കുട്ടികളെ അതിനകത്ത് ക്രഷിൽ അക്കോമഡേറ്റ് ചെയ്യും? 2 വയസ്സിന് മുകളിലുള്ള കുട്ടികളെ നമുക്ക് ക്രഷിൽ അക്കോമഡേറ്റ് ചെയ്യാം, 2 മുകളിലുള്ള. അപ്പോൾ ക്രഷ് എപ്പോൾ കൊടുക്കണം? ക്രഷ് ഫെസിലിറ്റി എല്ലാ ഓർഗനൈസേഷനും ക്രഷ് ഫെസിലിറ്റി കൊടുക്കണം. അപ്പോൾ ഏത് ഓർഗനൈസേഷൻ കൊടുക്കണം? 50 or 50 മോർ എംപ്ലോയീസ് ഉള്ള ഓർഗനൈസേഷൻ എന്ത് കൊടുക്കണം? ക്രഷ് ഫെസിലിറ്റി കൊടുക്കണം. അപ്പം ഞാനൊരു കാര്യം ചോദിക്കാം, ആ 50 എംപ്ലോയീസ് മെയിൽ സ്റ്റാഫാണ്, അപ്പോൾ ക്രഷ് ഫെസിലിറ്റി കൊടുക്കണോ? വേണ്ടേ? അതെ, പിള്ളേരല്ലത് വേണം. ക്രഷ് ഫെസിലിറ്റി കൊടുക്കണം. 50 or മോർ എംപ്ലോയീസ് ഫീമെയിൽ ആവണമെന്നില്ല. 50 or മോർ എംപ്ലോയീസ് ഉണ്ടെങ്കിൽ അവിടെ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും എന്ത് കൊടുക്കണം? ക്രഷ് ഫെസിലിറ്റി കൊടുക്കണം. കാരണം മെയിൽ ആണെങ്കിലും അവരുടെ പിള്ളേരെ അവർക്ക് അവിടെ ക്രഷ് ഫെസിലിറ്റിയിൽ കൊണ്ടുപോയി ആക്കാൻ. ഇപ്പോൾ ഫോർ സേ ഞാൻ ഒരു വലിയ ഓർഗനൈസേഷനിലാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയാൽ, എനിക്ക് അവിടെ ഓർഗനൈസേഷനിൽ ക്രഷ് ഫെസിലിറ്റി ഉണ്ട്. എൻ്റെ വൈഫ് ചെറിയ ഓർഗനൈസേഷനിലാണ്, 10 പേര് അല്ലെങ്കിൽ 20 പേരുള്ള, അവിടെ ക്രഷ് ഫെസിലിറ്റി ഇല്ല. അപ്പോൾ എനിക്ക് അവിടെ എൻ്റെ കൊച്ചിനെ കൊണ്ടാക്കാൻ പാടില്ലേ? സെയിം, അത്രേ ഉള്ളൂ. അപ്പോൾ മെയിലിനും ഫീമെയിലിനും ഈക്വൽ റൈറ്റ്സ് ആണ് ക്രഷ് ഫെസിലിറ്റിയുടെ കേസിലുള്ളത്. പിന്നെ ഇതിനകത്ത് വർക്കിംഗ് അവേഴ്സ് ഞാൻ പറഞ്ഞു, വീക്ക്ലി റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം, ഓവർ ടൈം കോമ്പൻസേഷൻ വേണം, വർക്കിംഗ് കണ്ടീഷൻ പ്രോപ്പർലി മെയിൻറ്റൈൻഡ് ആയിരിക്കണം, പിന്നെ എംപ്ലോയി വെൽഫെയർ ആക്ടിവിറ്റീസ് നമ്മൾ നടത്തണം. ഇതൊക്കെയാണ് മേജർ ഒക്യുപ്പേഷണൽ സേഫ്റ്റിയിലുള്ള കോഡ്. ഞാൻ ജസ്റ്റ് ലാസ്റ്റ് എന്താണ് ESI? എന്താണ് ESI? നിങ്ങൾ നേരത്തെ പറഞ്ഞു ESI എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. എന്തൊക്കെ ബെനിഫിറ്റാണ് ESI കിട്ടണേ? അത് നോക്കി വായിക്കാമല്ലേ? നിങ്ങൾക്ക് പഠിപ്പിച്ചല്ലേ നിങ്ങളെ? ഇല്ലേ? എന്താ സിക്നസ് ബെനിഫിറ്റ്? ESIയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താ? ഇപ്പോഴും 21 ആണോ? മാറിയില്ലേ? മാറിയില്ല? മാറിയിട്ടില്ല, 21 തന്നെ എപ്പോഴും. അപ്പോൾ സിക്നസും മെഡിക്കൽ ബെനിഫിറ്റും നമ്മളുടെ വ്യത്യാസം എന്താ? മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ESIയിൽ ഞാനിപ്പോൾ മെമ്പർ ആണെങ്കിൽ എനിക്ക് ESIയുടെ ഏത് ഡിസ്പെൻസറി പോയും ട്രീറ്റ്മെൻറ്റ് എടുക്കാം. എനിക്ക് മാത്രമല്ല, ഞാൻ എൻ്റെ ESIയിൽ എൻറോൾ ചെയ്തിരിക്കുന്ന ആർക്കൊക്കെ, എൻ്റെ ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും എവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാം? ESIയുടെ അതാത് ഡിസ്പെൻസറികളിൽ നമുക്ക് പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാം. അതാണ് മെഡിക്കൽ ബെനിഫിറ്റ്. ഈ സിക്നസ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഫോർ സേ ഇപ്പോൾ ഞാൻ ESIയുടെ ഇതിനകത്ത് എൻറോൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ESI ബെനിഫിറ്റ് കിട്ടുന്ന ഒരു എംപ്ലോയി ആണ്. ഓക്കെ, എനിക്ക് 21,000 സാലറി ഉള്ളതാണ്, ഞാൻ എലിജിബിൾ ആണ്. എനിക്ക് ഒരു ചെറിയ ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസോ അല്ലെങ്കിൽ ഒരു പനിയോ അങ്ങനെ എന്തെങ്കിലും വന്നു, അപ്പോൾ എനിക്ക് എംപ്ലോയ്മെൻറ്റ് സാധ്യമായില്ല. കാരണം എനിക്ക് റെസ്റ്റ് എടുക്കണം. ഒരു കണ്ടിന്യൂസ്ലി 1 to 5 days എനിക്ക് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. ആ റെസ്റ്റ് എടുക്കേണ്ട കേസിൽ ആ റെസ്റ്റ് എടുത്ത പീരീഡിലെ പേയ്മെൻറ്റ് തരുന്ന ആരാ? ESI ആണ്. ആ ഒരു ബെനിഫിറ്റിനെയാണ് എന്ത് പറയുക? സിക്നസ് ബെനിഫിറ്റ് എന്ന് പറയാം. അപ്പോൾ അത് പ്രോപ്പർലി ESIയിൽ നമ്മൾ എന്ത് ചെയ്യണം? എൻറോൾ ചെയ്യാനല്ല, അത് ഓൾറെഡി എൻറോൾ ചെയ്യും. എപ്പോൾ എൻറോൾ ചെയ്യണം? എന്ന് എൻറോൾ ചെയ്യണം? ഇപ്പോൾ ഞാൻ ഇന്ന് ജോയിൻ ചെയ്തു. പേരെന്താ? സാന്ദ്ര. സാന്ദ്ര അവിടുത്തെ HR റിക്രൂട്ട്മെൻറ്റിൻ്റെ ആളാണ്. ഞാൻ അവിടെ ജോയിൻ ചെയ്ത ആൾ. ഓക്കെ, ഞാൻ വരുന്നു, ജോയിൻ ചെയ്തു, എൻ്റെ ജോയിനിങ് ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. എന്നെ എത്ര ദിവസത്തിനുള്ളിൽ സാന്ദ്ര എൻറോൾ ചെയ്യണം ESIയിൽ? 15 അല്ല, 7 അല്ല, 10 ദിവസത്തിനുള്ളിൽ. ലേലം വിളിക്കുന്ന പോലെയാണല്ലോ. 10 ദിവസത്തിനുള്ളിൽ എൻറോൾ ചെയ്യണം. അതാണ്. ഇപ്പോൾ 10 ദിവസം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 10 ദിവസം കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ലെന്ന്. ചെയ്യാൻ പറ്റില്ലേ? ഇല്ല, 10 ദിവസത്തിനുള്ളിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ ചോദ്യം ചോദിക്കാം, അപ്പോൾ 10 ദിവസം കഴിഞ്ഞ ആളെ ESIയിൽ എൻറോൾ ചെയ്യണ്ടേ? നമ്മൾ മറന്നുപോയി, എന്ത് ചെയ്യും? അല്ല, നമുക്കിത് അറിയാൻ വേണ്ടിയാണ് പറയണേ. ചെയ്യണ്ടേ? ചെയ്യാൻ പറ്റും. നമുക്ക് ഓൺലൈനിൽ എൻറോൾ ചെയ്യിക്കാം. പക്ഷേ ഓൺലൈനിൽ എൻറോൾ ചെയ്താലും ഇപ്പോൾ ഫോർ സേ സാന്ദ്ര എന്നെ എൻറോൾ ചെയ്യേണ്ടതായിരുന്നു. ജൂൺ 1-ാം തീയതി എൻറോൾ ചെയ്യേണ്ട ആളായിരുന്നു. സാന്ദ്ര മറന്നുപോയി. സാന്ദ്ര അത് ഓർക്കണത് 15-ാം തീയതിയാണ്. ഞാൻ എൻറോൾ ചെയ്യുന്ന കേസ് 15-ാം തീയതിയാണ് ഓർക്കണേ. സാന്ദ്ര എന്നെ ഓൺലൈനിൽ എൻറോൾ ചെയ്യിപ്പിച്ചു. പക്ഷേ ഡേറ്റ് ഓഫ് ജോയിനിങ് 1st of June വെച്ചിട്ട് തന്നെ എൻറോൾ ചെയ്തു. എൻറോൾ ചെയ്ത ആ ഒരു മൊമെൻറ്റിൽ തന്നെ എന്ത് വരും? ഓർഗനൈസേഷൻ്റെ മെയിൽ വരും, യു ഹാവ് ഫെയിൽ ടു ഡു ദിസ് എന്ന് വെച്ചാൽ എൻറോൾമെൻറ്റ് ചെയ്യാൻ നിങ്ങൾ വിട്ടുപോയി. ഈ എൻറോൾമെൻറ്റ് നിങ്ങൾക്ക് അപ്രൂവൽ ആവണമെങ്കിൽ ഇത്രയും സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് ഇൻ പേഴ്സൺ നിങ്ങൾ എവിടെ സബ്മിറ്റ് ചെയ്യണം? നമ്മൾ എന്തിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണേ? ESIയിൽ സബ്മിറ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് അതിനകത്ത് വേണം? നമ്മൾ എൻറോൾ ചെയ്യാൻ വിട്ടുപോയാൽ ഫസ്റ്റ് എന്തായിരിക്കും?
അപ്പോയിൻമെൻറ്റ് ഓർഡർ അല്ലേ? എന്നെ 1-ാം തീയതി എൻറോൾ ചെയ്യിക്കുന്നതിന് തെളിവ്, ഏറ്റവും വലിയ തെളിവ് എന്താ? അപ്പോയിൻമെൻറ്റ് ഓർഡർ. ഓക്കെ, അപ്പോയിൻമെൻറ്റ് ഓർഡർ മാത്രം മതിയോ? ഞാൻ അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി, ഞാൻ അവിടെ ജോലിക്ക് വന്നു എന്ന് അറിയണ്ടേ? അപ്പോൾ അറ്റൻഡൻസ് മസ്റ്റർ. ചിലയിടത്ത് ഓൺലൈനാണ്, അവർക്ക് ആ ഓൺലൈൻ സബ്മിറ്റ് ചെയ്താൽ മതി. അറ്റൻഡൻസ് മസ്റ്റർ. ഓക്കെ, ഇനി അതല്ല, നിങ്ങൾ എൻറോൾ ചെയ്യാൻ 1 മന്ത് കഴിഞ്ഞിട്ടാണ് മറന്നുപോയെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂണിൽ ചെയ്യേണ്ടതാണ്, നിങ്ങൾ ജൂലൈയിലേ ചെയ്തെങ്കിൽ ആ കഴിഞ്ഞ പ്രീവിയസ് മന്തിൻ്റെ എന്ത് വേണം? പേ സ്ലിപ്പ് വേണം. അത് 1 മന്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ. ഇല്ലെങ്കിൽ അറ്റൻഡൻസ് മസ്റ്റർ, അപ്പോയിൻമെൻറ്റ് ഓർഡർ, ആ ആളുടെ ആധാർ കാർഡ്, പിന്നെ എംപ്ലോയേഴ്സ് ID എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം. നമ്മൾ ഇന്ന കാരണത്താൽ ഞങ്ങളിത് വിട്ടുപോയി, ആളുടെ ഡേറ്റ് ഓഫ് ജോയിനിങ് ഇന്നതാണെന്നുള്ളത് കൺഫേം ചെയ്തിട്ടുള്ള ഒരു ലെറ്റർ നമ്മളും കൂടി അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് നമ്മൾ എവിടെ സബ്മിറ്റ് ചെയ്യണം? ESIയുടെ ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമാണ് നമ്മൾ എന്ത് ഡേറ്റ് ഓഫ് ജോയിനിങ് കൊടുത്തു? ജൂൺ 1-ാം തീയതി കൊടുത്തേ. ചെയ്തത് എന്നാണ്? 15-ാം തീയതി. 15 ദിവസം കഴിഞ്ഞിട്ടാണ് അല്ലേ? നമ്മളത് ചെയ്തില്ലെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റിനെ ഡേറ്റ് ഓഫ് ജോയിനിങ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? സാന്ദ്ര ചെയ്തത് ജൂൺ 15-ാം തീയതിയാണ്. ഈ ഡോക്യുമെന്റ്സ് 1 മന്തിനുള്ളിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ESI വിൽ കൺസിഡർ ജൂൺ 15 ആസ് ദ ഡേറ്റ് ഓഫ് ജോയിനിങ്. മനസ്സിലായോ? അപ്പോൾ എന്ത് പ്രശ്നം വരും? എന്ത് പ്രശ്നം വരാം? എന്ത് പ്രശ്നം വരും? നമ്മൾ ഒരു 1-2 മാസത്തേക്ക് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല, അത് വിട്ടുപോകും. ഓക്കെ, ഇപ്പോൾ പ്രശ്നം വരാൻ പോകണം എന്താണെന്നറിയോ? എന്ത് ഫയലാ? ചുമ്മാ ഫയൽ എന്ന് പറയാണ്. എന്ത് ഫയൽ? ഫൈൻ വരും. ഓക്കെ, ഓഫ് കോഴ്സ് ഫൈൻ വരും. നമ്മൾ ഇപ്പോൾ ഞാൻ അതിനകത്തൊരു മെമ്പറാണ്. ഇപ്പോൾ എന്നെ അല്ലേ എൻറോൾ ചെയ്തേ അല്ലേ? സാന്ദ്ര എന്നെ എൻറോൾ ചെയ്തു. ഞാൻ ESIയുടെ ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ബെനിഫിറ്റോ അല്ലെങ്കിൽ ഹയർ ബെനിഫിറ്റോ കിട്ടണമെങ്കിൽ എത്ര ഡേയ്സ് കംപ്ലീറ്റ് ആക്കണം? 90 ഡേയ്സ് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ശരിക്കും സാന്ദ്ര എന്നെ എൻറോൾ ചെയ്തതെന്നാ ജൂൺ 15 അല്ലേ? സാന്ദ്ര ഒന്നും ചെയ്തിട്ടില്ല, ജൂൺ 15 തന്നെയാണ് ഡേറ്റ് ഓഫ് ജോയിനിങ് കിടക്കുന്നത്. ശരിക്കും എൻ്റെ ഡേറ്റ് ഓഫ് ജോയിനിങ് എന്നാ? ജൂൺ 1 ആണ് അല്ലേ? ഞാൻ ട്രീറ്റ്മെൻറ്റ് പോയപ്പോൾ ESI എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡിനേ ചെയ്തു. ഓക്കെ, ഡിനേ ചെയ്തു. പക്ഷേ എനിക്കത് സഹിക്കാൻ പറ്റുമോ? എൻ്റെ മിസ്റ്റേക്കാണോ ഡിനേ ചെയ്തത്? അല്ല. ആരുടെ മിസ്റ്റേക്കാ? എംപ്ലോയറിൻ്റെ മിസ്റ്റേക്കാണ്. എംപ്ലോയർ ഫോർഗോട്ട് ടു എൻറോൾ ദ പേഴ്സൺ അല്ലേ? ആ കേസിൽ എംപ്ലോയി എന്ന് വെച്ചാൽ എനിക്കിത്തിരി ദേഷ്യമുള്ള കൂട്ടത്തിലാണ്. ഞാൻ അത്യാവശ്യം ലേബർ നിയമങ്ങൾ അറിയുന്ന ഒരാളാണ്. ഞാനിത് പോയി ചോദിച്ചു. സാന്ദ്ര എനിക്കൊരു റിപ്ലൈ തന്നില്ല. സാന്ദ്രയുടെ ഹയർ അതോറിറ്റി എനിക്കൊരു റിപ്ലൈ തന്നില്ല. ഞാൻ ഓഫ് കോഴ്സ് ഐ വിൽ ഗോ ആൻഡ് കംപ്ലയിൻറ്റ് ടു ESIC അല്ലേ? ESICയിൽ നമ്മൾ പോയി കംപ്ലയിൻറ്റ് ചെയ്യും. കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും കൂടി വരും. വന്നിട്ട് ഈ പറഞ്ഞ ഇൻസ്പെക്ഷൻ നോക്കുമ്പോൾ എന്താ, റെക്കോർഡിക്കലി എൻ്റെ ഡേറ്റ് ഓഫ് ജോയിനിങ് എല്ലാം പക്ക ഡേറ്റ് ഓഫ് ജോയിനിങ് 1. പക്ഷെ ഒറ്റ ഒരു കാരണത്താലാണ് സാന്ദ്ര മറന്നുപോയതുകൊണ്ട് എൻറോൾ ചെയ്തില്ല. എത്ര ഡേയ്സ് ഡിലേ ആയി? 5 ഡേയ്സേ ഡിലേ ആയുള്ളൂ. 10-ാം തീയതി വരെ സമയം നമ്മൾ തന്നു, 5 ഡേയ്സേ ഡിലേ ആയുള്ളൂ. അതിൻ്റെ ഫൈൻ നമ്മൾ അടയ്ക്കേണ്ടി വരും. അതാണ് മേജർ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് റിക്രൂട്ട്മെൻറ്റോ മറ്റു കാര്യങ്ങളോ അല്ലെങ്കിൽ പേറോളോ നോക്കുമ്പോൾ ESI രജിസ്ട്രേഷൻ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആ ഡെഡ് ലൈനിൽ ചെയ്യാൻ ശ്രമിക്കാം. പ്രത്യേകിച്ച് ESIയും PF നമുക്ക് 1 മന്ത് വരെ ടൈമുണ്ട് അല്ലേ? ഈ PF ഈ മാസം ജോയിൻ ചെയ്ത ആളുടെ പേയ്മെൻറ്റ് ചെയ്യണമെന്നായിരിക്കും നെക്സ്റ്റ് മന്ത് ആയിരിക്കും ചെയ്യുക അല്ലേ? ജൂണിൽ ജോയിൻ ചെയ്ത ഒരാളുടെ പേയ്മെൻറ്റ് ചെയ്യണത് നെക്സ്റ്റ് പ്രിസീഡിങ് മന്തിൽ 15th പേയ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ ആ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ 15th വരെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ടൈമുണ്ട്. പക്ഷേ ESIക്ക് അതില്ല. വിത്തിൻ 10 ഡേയ്സിനുള്ളിൽ നമ്മൾ ചെയ്തിരിക്കും. ഓക്കെ, അടുത്തത് ഡിസേബിൾമെൻറ്റ് ബെനിഫിറ്റ്. എന്താ ഡിസേബിൾമെൻറ്റ് ബെനിഫിറ്റ്? ഡിസേബിൾമെൻറ്റ് ബെനിഫിറ്റ് ഞാൻ തന്നെ പറഞ്ഞോളാം. നിങ്ങൾ ചോദിച്ച സമയങ്ങളുള്ള 2 തരമുണ്ട്. ടെമ്പററി ഡിസേബിൾമെൻറ്റ് ആൻഡ് പെർമനൻറ്റ് ഡിസേബിൾമെൻറ്റ്. എന്താ ടെമ്പററി? ആക്സിഡൻറ്റ് പറ്റി എൻ്റെ കൈ ഒടിഞ്ഞു, അത് ടെമ്പററി അല്ലേ? കൈ നേരെയാവില്ലേ? ഓക്കെ, നേരെയാവില്ലേ? ഓക്കെ, അല്ല ഇനി വേറെ എന്തെങ്കിലും ഒരു മേജർ ആക്സിഡൻറ്റ് പറ്റി ഒരു കൈയോ കാലോ ആംപ്യൂട്ട് ചെയ്യേണ്ടി വന്നു, ദാറ്റ് ഈസ് പെർമനൻറ്റ് ഡിസേബിൾമെൻറ്റ്. അപ്പോൾ ഈ 2 ഡിസേബിൾമെൻറ്റിലും ESI 90% ഓഫ് അവർ സാലറി. പെർമനൻറ്റ് ഡിസേബിൾമെൻ്റ് ആണെങ്കിൽ നമുക്കൊരു ഡിസേബിൾമെൻറ്റ് പെർമനൻ്റ് ആണെങ്കിൽ നമ്മുടെ കറൻ്റ്ലി നമ്മൾ ചെയ്യുന്ന ഗ്രോസ് സാലറി ഡിസേബിൾമെൻറ്റിൻ്റെ പെർസെൻറ്റേജും അനുസരിച്ച് നമുക്ക് ലൈഫ് ലോങ് വരും. നമുക്ക് ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ ലൈഫ് ലോങ് നമുക്ക് ആര് പേയ്മെൻറ്റ് വരും? ESI പേയ്മെൻറ്റ് വരും. ഓക്കെ, പക്ഷേ ടെമ്പററി ആണെങ്കിൽ ആ സിക്നസ്, ഇപ്പോൾ എൻ്റെ കൈ ഒടിഞ്ഞു, കൈ നേരെ ആവുന്ന സമയം വരെ വരും? ബെനിഫിറ്റ് വരും. ഓക്കെ, ഇനി മെറ്റേണിറ്റി ബെനിഫിറ്റിൽ നമ്മൾ മെറ്റേണിറ്റി ആക്ട് പറഞ്ഞ റൂള് തന്നെ സെയിം ആണ് ESIസിലുള്ളത്. പക്ഷേ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അറിയില്ലാത്തൊരു കാര്യം ഞാൻ ചോദിക്കാം. നമ്മൾ പറഞ്ഞു 3rd ബേബി മുതൽ എത്രയാണ്?
എത്ര ഡേയ്സ് ആണ്? 84 ഡേയ്സ് ആണ്. ESICയുടെ റൂൾ അനുസരിച്ച് തേർഡ് ലിവിങ് ചൈൽഡ് ഓൺവേർഡ്സ് ആണ് എന്ത്? 84. തേർഡ് ലിവിങ് ചൈൽഡ് ഓൺവേർഡ്സ് ആണ് എന്തുള്ളത്? 84 ഡേയ്സ്. ഓക്കെ. ഒരാൾക്ക് ഫസ്റ്റ് ഡെലിവറിയിൽ ട്വിൻസ് ഉണ്ട്. ഞാൻ പ്രാക്ടിക്കൽ എക്സാമ്പിൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ്. ഫസ്റ്റ് ഇതിൽ ട്വിൻസാണ്. സെക്കൻഡ് ഡെലിവറിയിൽ നോർമൽ ഒരു കുട്ടിയാണ്. അപ്പോൾ ആ സെക്കൻഡ് ഡെലിവറിയിൽ ആൾക്ക് എത്ര ഡേയ്സിൻ്റെ മെറ്റേണിറ്റി ലീവ് കിട്ടും? പറ. ഞാൻ ചോദിക്കാൻ നമ്മുടെ നിയമം അനുസരിച്ച് എത്ര ദിവസം കൊടുക്കണമെന്നാ? 180 ഡേയ്സ്. 180 വേണം അല്ലേ? നിങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ അങ്ങനെയല്ലേ അല്ലേ? ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞു. എന്താണ്? തേർഡ് ലിവിങ് ചൈൽഡ് ഓൺവേർഡ്സ് ആണ് 84 ഡേയ്സ് അല്ലേ? ഈ കേസിൽ ഇപ്പോൾ പറഞ്ഞ കേസിൽ ഈ സെക്കൻഡ് ഡെലിവറി എത്രാമത്തെ കുട്ടിയാണ് അല്ലേ? 3ാമത്തെ കുട്ടിയല്ലേ? ഫസ്റ്റ് ഡെലിവറിയുടെ എണ്ണമല്ല, ലിവിങ് ചൈൽഡിൻ്റെ എണ്ണമാണ് എന്തിന് യൂസ് ചെയ്യുന്നത്? മെറ്റേണിറ്റി ബെനിഫിറ്റിന് കൊടുക്കാൻ. അപ്പോൾ ഫസ്റ്റിൽ ട്വിൻസ് ആയിരുന്നു, സെക്കൻഡിൽ നോർമൽ ഡെലിവറി 1 ചൈൽഡ്. അപ്പോൾ എത്ര ഡേയ്സേ കിട്ടുള്ളൂ? സെക്കൻഡ് ഡെലിവറി നമ്പർ നോക്കില്ല. സെക്കൻഡ് ഡെലിവറി ആണെങ്കിലും എത്ര കിട്ടുള്ളൂ? 84 ഡേയ്സേ കിട്ടുള്ളൂ. മനസ്സിലായോ? ഇത് പലപ്പോഴും നമുക്ക് കൺഫ്യൂസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ആദ്യത്തെ പ്രാവശ്യം 3 ആണെങ്കിലോ ഓട്ടോമാറ്റിക്കലി സെക്കൻഡ് ഡെലിവറി ഫോർത്ത് ചൈൽഡിന് 84 ഡേയ്സ് അല്ലേ? അതിനകത്ത് വ്യത്യാസമില്ല. ഇപ്പോൾ 4 പേരുണ്ടാവുന്ന ഡെലിവറീസ് ഉണ്ട് ഇല്ലേ? ആ കേസിൽ അങ്ങനെ തന്നെ ഫസ്റ്റ് ഡെലിവറി, പക്ഷെ അവർക്ക് നഷ്ടം. ഓക്കെ, അതാണ് ഈ മെറ്റേണിറ്റിയിലെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണോ? ഫസ്റ്റ് ടൈം കേൾക്കുന്നതാണോ? ഇതിനകത്ത് ഒരു പ്രാക്ടിക്കൽ കോംപ്ലിക്കേഷനാണ്. പലരും നമ്മൾ ഈ പറഞ്ഞ ലിവിങ് ചൈൽഡ് എന്നുള്ള ഒരു ക്ലോസ് നമ്മൾ പലപ്പോഴും വായിക്കാറില്ല. പക്ഷെ വേറെ കേസ്, നമ്മളിത് മറച്ചു വെച്ചിട്ട് ESIന്നോ അല്ലെങ്കിൽ ഓർഗനൈസേഷനിന്നോ ഈ മെറ്റേണിറ്റി ബെനിഫിറ്റ് നമ്മൾ ക്ലെയിം ചെയ്തെന്ന് വെച്ചാൽ വൺസ് പിടിക്കപ്പെട്ടാൽ ഈ എൻറ്റയർ എമൗണ്ട് വിത്ത് ഫൈൻ നമ്മൾ ഓർഗനൈസേഷനിൽ തിരിച്ച് പേയ്മെൻറ്റ് ചെയ്യണം. ESIക്ക് അതിലും കൂടുതൽ ഫൈൻ അടയ്ക്കണം നമ്മളിത് മറച്ചു വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ നമുക്കിത് ഇപ്പോൾ ഞാനൊരു എംപ്ലോയറാണ്, എനിക്ക് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എത്ര പിള്ളേരുണ്ടെന്ന് തലയെണ്ണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതേപോലെ നമ്മൾ ഒരിക്കലും ഇത് മറച്ചു വെക്കരുത്. ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ല, നമ്മൾ ഒരിക്കലും ആസ് എ എംപ്ലോയർ സൈഡിൽ നമ്മൾ ഇതിന് പ്രൂഫ് വാങ്ങിക്കണം. ഞാൻ സാധാരണ എന്ത് വാങ്ങിക്കാമെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ റേഷൻ കാർഡോ മറ്റ് രേഖകളോ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചിട്ട് നമ്പർ ഓഫ് ചൈൽഡിൻ്റെ എണ്ണം ജസ്റ്റ് ഒന്ന് നോക്കും, ഇവർ എഴുതി തന്നത് കറക്റ്റാണോ. അല്ലാണ്ട് വെറുതെ നമ്മൾ HR ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ അവർ തന്നെ പേപ്പർ വാങ്ങിച്ച് നോക്കി സൈൻ ചെയ്ത് കൊടുക്കാറില്ല. കാരണം ESI, പ്രത്യേകിച്ച് ESIയുടെ കേസിൽ വൺസ് മെറ്റേണിറ്റി ബെനിഫിറ്റിൽ ഒരു ഫീമെയിൽ എംപ്ലോയി പോവുകയാണെങ്കിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് അവർ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് അവർ ESIയുടെ ഡിസ്പെൻസറിയിലോ ESIയുടെ ഹോസ്പിറ്റൽ ത്രൂവോ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ ഗെറ്റ് എ വെരിഫിക്കേഷൻ. നമുക്ക് വെരിഫിക്കേഷൻ കിട്ടും. കാരണം ദേ ആർ ഗിവിങ് 182 ഡേയ്സിൻ്റെ പേയ്മെൻറ്റ് അവർ കൊടുക്കുകയാണ് ESI. അപ്പോൾ എന്തുകൊണ്ടും ആ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ 6 months സാലറി കൊടുക്കുകയാണ്. അപ്പോൾ സാലറി കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി വി വിൽ ഗെറ്റ് എ വെരിഫിക്കേഷൻ. അപ്പോൾ അവർ ചോദിക്കും എത്രാമത്തെ ചൈൽഡാണ്, ഇവർ ഈ പീരീഡിൽ ലോസ് ഓഫ് പെയിലായിരുന്നോ, സാലറി എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടോ, ഇതെല്ലാം വെരിഫിക്കേഷനിൽ വരും. കറക്റ്റായിട്ട് നമ്മളിത് ആസ് വി ആർ റെസ്പോൺസിബിൾ, നമ്മളാണ് സൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കേസിൽ ഞാനാണ് സൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഐ ആം ദ റെസ്പോൺസിബിൾ പേഴ്സൺ. ഇപ്പോൾ നാളെ ESI എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വൈ യു ഹാവ് സൈൻ ദിസ്, നിങ്ങളൊന്നും വെരിഫൈ ചെയ്യാതുകൊണ്ട് കൊടുത്തോ എന്തിനാണ്? അപ്പോൾ നമുക്ക് ഓർഗനൈസേഷൻ പോയിന്റിൽ നമ്മളാണ് അവിടെ നിൽക്കുന്ന ആളെന്നുകൊണ്ട് നമ്മൾ ഓർഗനൈസേഷന് മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ഇതൊക്കെ വെരിഫൈ ചെയ്തിട്ട് വേണം ആസ് ആൻ HR പേഴ്സൺ നമ്മളിത് ചെയ്യാം. ഓക്കെ, മെറ്റേണിറ്റി ESIയുടെ കേസിൽ ഇത്രേ ഉള്ളൂ. ഇനി പുതിയ നിയമത്തിൽ പുതിയ കോഡ് അനുസരിച്ച് ESIയിൽ ചെറിയ ഒരു അഡീഷൻ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു അഡീഷൻ, നമുക്ക് ESIയിൽ ഫാമിലി മെമ്പേഴ്സിനെ ആഡ് ചെയ്യാം അല്ലേ? ബെനിഫിറ്റിന് വേണ്ടി ഫാമിലി മെമ്പേഴ്സിനെ ആഡ് ചെയ്യാം. ആരൊക്കെ ആഡ് ചെയ്യാം? ഫാദർ, മദർ, ഞാൻ ഒന്ന് കണ്ടിന്യൂ കേട്ടോ. ഓക്കെ, ഫാദർ, മദർ, ചിൽഡ്രൻ, സ്പൗസ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയായിരുന്നു നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പാരൻസ്, ചിൽഡ്രൻ, സ്പൗസ്, ഇത്രയും പേരാണ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുക. പക്ഷെ പുതിയ നിയമം അനുസരിച്ച് നമുക്ക് ആരെ ആഡ് ചെയ്യാം? സിബ്ലിങ്സിന് ഒരിക്കലും പറ്റില്ല. സിബ്ലിങ്സിനെ പറ്റും, അത് ഞാൻ പറഞ്ഞുതരാം. സിബ്ലിങ്സിനെ പറ്റും, ഞാൻ പറഞ്ഞുതരാം. ചോദിച്ചത് നന്നായി, എന്നെ ഓർപ്പിച്ചത് നന്നായി. ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് നമുക്ക് ആരെ ആഡ് ചെയ്യാം? ഇൻലോസിനെ ആഡ് ചെയ്യാം. ആരെ? ഇൻലോസ് എന്ന് വെച്ചാൽ സ്പൗസിൻ്റെ ഫാദേഴ്സിനെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ മാരീഡ് പേഴ്സൺ ആണ്. അപ്പോൾ എൻ്റെ സ്പൗസിൻ്റെ ഫാദറിനെയും മദറിനെ ആഡ് ചെയ്യാൻ പറ്റുമോ?
പറ്റില്ല. പറ്റില്ല. അതാണ് നിയമം. ഇൻലോസ് ഓഫ് ഫീമെയിൽ എംപ്ലോയിയുടെ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഓക്കെ. എൻ്റെ പാരൻസിനെ ആഡ് ചെയ്യണമെങ്കിൽ എൻ്റെ പാരൻസിന് എനിക്ക് ആഡ് ചെയ്യാം, പക്ഷേ എൻ്റെ വൈഫിൻ്റെ പാരൻസിന് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതാണ് വന്നിരിക്കുന്ന ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. ഇനി സാന്ദ്ര പറഞ്ഞൊരു പോയിന്റ്, സിബ്ലിങ്സിനെ ആഡ് ചെയ്യാൻ പറ്റുമോ? സിബ്ലിങ്സിനെ ആഡ് ചെയ്യാൻ പറ്റും ഒരു പോയിന്റിൽ. എപ്പോഴാണെന്നറിയും? അത് ESIയുടെ പലരും റേസ് ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു നോളജിന് വേണ്ടി പറഞ്ഞുതരാം. ഇപ്പോൾ ഓഫണ്ട് 2 പിള്ളേരാന്ന് വയ്ക്കാം. എന്നുവെച്ചാൽ ഞാനും എനിക്ക് സിസ്റ്ററുള്ള ഞങ്ങൾ ഓഫൻസാണ് വയ്ക്കാം. ഓഫൻസാണ്. ഐ ആം ദ ഓൺലി ബ്രെഡ് വിന്നിങ് മെമ്പർ. ഞാൻ മാത്രമാണ് അവിടെ ഏൺ ചെയ്യുന്ന അല്ലെങ്കിൽ ജോലിയുള്ള ആൾ. ഓക്കെ. അങ്ങനത്തെ കേസിൽ ഐ ക്യാൻ ആഡ് മൈ സിബ്ലിങ്. കാരണം ഞങ്ങൾ ഓഫണ്ട് ചിൽഡ്രൻസ് ആണ്, പാരൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ കേസിൽ എനിക്ക് സിബ്ലിങ്ങിനെ ആഡ് ചെയ്യും. ബട്ട് വൺ കണ്ടീഷൻ, ഒന്നില്ലെങ്കിൽ അപ് ടു ഏജ് ഓഫ് 26, അല്ലെങ്കിൽ എന്തായിരിക്കും? മാരേജ് എന്നാണോ മാരേജ് ചെയ്യിപ്പിക്കുന്നത് അന്ന് വരെ. ആ കേസിൽ മാത്രമാണ് സിബ്ലിങ്സിനെ ആഡ് ചെയ്യാനുള്ള റൈറ്റ് ESI കൊടുത്തിട്ടുള്ളൂ.